അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നും പ്രത്യേകം ഉണർത്തുന്നു. സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാര ശേഷമുള്ള അദ്കാറുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വിശദീകരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ദിക്റുകൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രാർത്ഥന അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നമസ്കാരത്തിന് ശേഷം എന്ന് ഉള്ള ഹദീസും നമ്മൾ എന്ത് ചെയ്തു വായിക്കുകയുണ്ടായി. പൊതുവായ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബിന്റെ മുന്നിൽ തുറന്നു പറയലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിസ്കാര ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്താറില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിരുന്നു. എപ്പോ പ്രാർത്ഥിക്കുന്നോ പ്രാർത്ഥിക്കുന്നതിന്റെ മര്യാദയിൽപ്പെട്ടതാണ്, ദുആയുടെ മര്യാദയിൽപ്പെട്ടതാണ് കൈ ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത്, ആകാശത്തേക്ക് കൈ ഉയർത്തുക. എന്നാൽ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൈ ഉയർത്തിയതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എപ്പോഴും കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന്റെ മഹത്വം പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് സഹാബാക്കൾ ഉദ്ധരിക്കേണ്ടതാണ്. കാരണം ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായിട്ട് ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കൈ ഉയർത്താതെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ സുന്നത്ത്. ഇത് നമ്മൾ മനസ്സിലാക്കാം. കാരണം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അതിലെ ഏറ്റവും വലിയ പ്രമാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മുടെ ഈ മതത്തിലില്ലാത്ത, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിലില്ലാത്ത കാര്യമാണ് കൈ ഉയർത്തുക എന്ന് പറയുന്നത്. ഏത് നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന. പൊതുവെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോ പ്രാർത്ഥിക്കുമ്പോഴും കൈ ഉയർത്തലാണ് സുന്നത്ത്. എന്നാൽ ഈ സമയത്ത് മാത്രം അതിൽപ്പെട്ടതാണ് ഏത്, സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സുജൂദിൽ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തലില്ല. അപ്പൊ ഒരാൾ സുജൂദിൽ കൈ ഉയർത്തിയാൽ എന്തായി, സുജൂദ് തന്നെ, നിസ്കാരം തന്നെ ശരിയാവില്ല. അതേപോലെ തന്നെ രണ്ട് സുജൂദുകൾക്കിടയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി എന്നൊക്കെ തുടങ്ങുന്ന പ്രാർത്ഥനകൾ. അതിലും നമ്മൾ കൈ ഉയർത്താറില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കൈ ഉയർത്താതെയാണ്. അതേപോലെ അത്തഹിയ്യാത്തും സലാത്തും ഓതിയതിനു ശേഷം നമ്മൾ ധാരാളം ദുആകൾ പ്രാർത്ഥിക്കാറുണ്ട്. നരകശിക്ഷയെ തൊട്ടൊക്കെ നമ്മൾ വിശദീകരിച്ചു. ആ പ്രാർത്ഥനകളിലൊന്നും കൈ ഉയർത്താതെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് അങ്ങനെ തന്നെയാണ് സുന്നത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്രാർത്ഥനകളിലും കൈ ഉയർത്തലാണ് സുന്നത്ത്. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അള്ളാഹു ലജ്ജിക്കുന്നവനാണ്, അവൻ ഔദാര്യവാനാണ്. യസ്തഹ്യി, അവൻ ലജ്ജിക്കുന്നു. ഇദാ റഫഅന അബ്ദു ഇലൈഹി യദൈഹി, ഒരടിമ തന്റെ കൈകൾ, രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിയാൽ, അൻ യറുദ്ദഹുമാ സിഫറൻ, അതിന് ഉത്തരം നൽകാതെ അതിനെ വെറുതെ തള്ളിക്കളയുന്നത് അള്ളാഹു എന്ത് ചെയ്യുന്നു, ലജ്ജിക്കുന്നു. അപ്പൊ കൈ ഉയർത്തിയാൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ്. അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ചോദിച്ചാൽ അവൻ എന്ത് ചെയ്യും, ഉത്തരം നൽകും എന്നതാണ് പൊതുവെ ഹദീസ്, ഏത് പ്രാർത്ഥനയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടൊക്കെ ഉയർത്തിയോ അവിടെ ഉയർത്തുകയും പൊതുവായ സമയങ്ങളിൽ ഉയർത്തുകയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമുക്ക് ചെയ്ത് കാണിച്ചു തന്നു, പ്രാർത്ഥിച്ച് കാണിച്ചു തന്നു, അവിടെ കൈ ഉയർത്തിയിട്ടില്ലെങ്കിൽ അവിടെ ഉയർത്താതിരിക്കലാണ് സുന്നത്ത്. ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ, സുജൂദില്, രണ്ട് സുജൂദിന്റെ ഇടയില്, അത്തഹിയ്യാത്തില്, അതേപോലെ തന്നെ പിന്നെ നിസ്കാരശേഷം, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, കൈ ഉയർത്തിയിട്ട് ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മിമ്പറിൽ വെച്ച് വെള്ളിയാഴ്ച ഖുതുബ ഓതുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ കൈ ഉയർത്തലില്ല. അവിടെ പ്രാർത്ഥിക്കലുണ്ട്. ഖുതുബന്റെ അവസാനത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നു, എല്ലാവരും ആമീൻ പറയുന്നു. അവിടെ ഇമാമോ അല്ലെങ്കിൽ മഅ്മൂമിങ്ങളോ കൈ ഉയർത്തലില്ല. അതാണ് അവിടെ സുന്നത്ത്. ഉമാറത്ത് ഇബ്നു റുവൈബ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബിശ്ർ ഇബ്നു മർവാൻ എന്ന് പറയുന്ന അദ്ദേഹം മിമ്പറയിൽ വെച്ച് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പൊ അദ്ദേഹത്തെ അത് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറയാണ്, ഖബ്ബഹല്ലാഹു ഹാതൈനിൽ യദൈൻ, ഈ രണ്ട് കൈകളെയും അള്ളാഹു പരാജയപ്പെടുത്തട്ടെ,
എന്ന് പറഞ്ഞാൽ ആ കൈകൾ ഉയർത്തിയതിനെ മോശമായിട്ട് പറയണം. അത് പറഞ്ഞ ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസീദു അൻ യഖൂല ബിയദിഹി ഹകദാ വഅശാറ ബിസ്ബഇഹി. അവിടുത്തെ രണ്ട് വിരലുകൾ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വിരലുകൾ ഇത്ര ചൂണ്ടുക എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് അവിടുത്തെ പറഞ്ഞു. അപ്പൊ ഖുത്ബയിൽ വെച്ച് കൈ ഉയർത്തി പ്രാർത്ഥിക്കലില്ല. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാക്ക് ഇമാമ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുമ്പോൾ മഅ്മൂമീങ്ങളും അവിടെ സദസ്സിലിരിക്കുന്നവര് കൈ ഉയർത്തേണ്ടതില്ല. അവിടെ ഉയർത്താതിരിക്കലാണ് സുന്നത്ത്. എന്നാൽ വെള്ളിയാഴ്ച തന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൈ ഉയർത്തലാണ് സുന്നത്ത്. അത് നമുക്ക് ഹദീസിൽ കാണാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു ഗ്രാമീണനായ അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഗ്രാമീണനായ അറബി വന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, പിന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈകളും ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. അപ്പൊ സഹാബാക്കൾ എന്ത് ചെയ്യാണ്, അതിനൊക്കെ ആമീൻ പറഞ്ഞു. ഇത് ഇമാം ബുഖാരി റഫ്ഉന്നാസി ഐദിഹിം അൽ ഇമാമി ഫിൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടി തേടുമ്പോൾ ഇമാം മഅ്മൂമിങ്ങളെ കൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വെള്ളിയാഴ്ച ആയാലും ഖുതുബയിലായാലും മഴയ്ക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെങ്കിൽ കൈ ഉയർത്താം, അത് സുന്നത്താണ്. അപ്പൊ മഅ്മൂമിങ്ങളും ഉയർത്തണം. അത് നമുക്ക് എങ്ങനെ അറിയാ എന്ന് ചോദിക്കും. ഇമാം ഉയർത്തിയാൽ മഅ്മൂമിങ്ങൾ ഉയർത്തുകയാണ്. ഇമാമിനെ അറിയാൻ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാണെന്നുള്ളത്. അറബി അറിയാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞോളന്നില്ല. അപ്പൊ അറിയുകയാണെങ്കിൽ ഇമാം ഉയർത്തുമ്പോ കൈ ഉയർത്തുകയാണ് വേണ്ടത്. ഇമാമ് മഴയ്ക്ക് വേണ്ടി മാത്രമാണ് ഉയർത്തേണ്ടത്, മറ്റു സമയങ്ങളിൽ കൈ ഉയർത്തേണ്ടതില്ല എന്നുള്ളതാണ് ഹദീസിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൊതുവെ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഏത് സമയത്തും നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കൽ സുന്നത്താണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ച മാതൃകയുള്ള സന്ദർഭങ്ങളിൽ നബി ഉയർത്താത്ത മാതൃകയാണെങ്കിൽ അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. നബി ഉയർത്തി പ്രാർത്ഥിച്ചത് ഉയർത്തുകയുമാണ് വേണ്ടത്. ഇതാണ് അതിൽ നമ്മൾ വിശദീകരിക്കാൻ നമുക്കുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വിശദീകരിക്കാൻ സുന്നത്ത് നമസ്കാരങ്ങളാണ്. അപ്പൊ നമ്മൾ ഫർദ് നിസ്കാരം കഴിഞ്ഞു, ദിക്റും പ്രാർത്ഥനകളും കഴിഞ്ഞു. ഇനി സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസല്ലം.